arrival of its flight number IC501 from Bombay. Your attention please. Indian Airlines announces the arrival of its flight number IC501 from Bombay. അച്ഛനെങ്ങനെയുണ്ട് ശ്രീയേട്ടാ? കുറവുണ്ട്, വളരെ കുറവുണ്ട്. കുഞ്ഞെന്താ ഇന്നലെ വരാഞ്ഞ്? ടിക്കറ്റ് കിട്ടിയില്ല. അച്ഛനിപ്പോ ഇപ്പൊ നോർമലാ. ഇന്നലെ ഞങ്ങളൊക്കെ പേടിപ്പിച്ചു തുടങ്ങി കേട്ടോ. കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഹോസ്പിറ്റൽ ആരുണ്ട്? എന്റെ ഭാര്യ, അവള് കൂടെ തന്നെ ഉണ്ട്. മോളെ ഓക്കെ മുത്തച്ഛനെ കാണണ്ടേ? ഞാൻ കഴിഞ്ഞോ അങ്ങനെ പെട്ടിന്റെ അടുത്ത് അകത്ത് പോയി ലെഫ്റ്റോട്ട് പറഞ്ഞു. ലെഫ്റ്റ് ഇരിക്കുക. അറിയാൻ പറ്റി മാറി. ഞാൻ പറഞ്ഞുതരാം. കയ്യും കളഞ്ഞല്ലോ ദൈവമേ. ഇയാളെ കൊണ്ട് തോറ്റ് അടക്കേ. ഇല്ല പയ്യ അടക്കേ. അല്ല 5 രൂപ മതി. അതിൽ കൂടുതലോ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇനിയും കാണാമല്ലോ. മോളെ ആ പാല് മേടിച്ചിട്ടുണ്ടോ? മോളെ രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാ. മോളടിയും സിഗരറ്റ് വലി. അതെങ്ങനെയാ നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണ്ടേ? വേലക്കാരൻ പയ്യൻ പറഞ്ഞ സാറ് കേൾക്കോ? അതൊക്കെ പിന്നെ പറയാം. കുഞ്ഞ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുക. ശിവമാരി ജീവ നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. അച്ഛനും മോളും കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. ചേച്ചി പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം. ഇന്ന് കഞ്ഞി കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതെടുക്കണേലും വീട്ടിൽ പോണല്ലോ. ഞങ്ങളത് പോയിട്ട് വരട്ടെ. എന്റെ മോക്കവിടെ സുഖാണ്. ഡോക്ടർ എന്ത് പറഞ്ഞാ? എന്റെ അസുഖമൊന്നും സാരയില്ല. ഏറിയ ഒരാഴ്ച അപ്പോഴേക്കെല്ലാം ഭേദാവും. മോളിവിടെ ഇരിക്കും. മരിച്ചുവോ എന്നുള്ള പേടി കൊണ്ടല്ല നിനക്ക് ടെലിഗ്രാം ചെയ്തത്. നിന്നെ ഒന്ന് കാണാൻ. അച്ഛനധികം സംസാരിക്കണ്ട. ഇത്തിരി സംസാരിക്കാൻ തന്നെയാണ് നിന്നോട് വരാൻ പറഞ്ഞു. മനസമാധാനവും സന്തോഷവും അതൊക്കെയാ എന്റെ രോഗത്തിനുള്ള മരുന്ന്. മോളെ, നീ ഇങ്ങനെ ബോംബെയിലും ഞാൻ നാട്ടിലുമായിട്ട് കഴിഞ്ഞു. എനിക്ക് എന്താ ഒരു സമാധാനം? കുറച്ചു കാലം കൂടെ അവിടെ നിർത്താതെ വയ്യച്ച. അതാ എനിക്ക് മനസ്സിലാകാത്തത്. സുകുമാരൻ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞില്ലേ. അവൻ വിചാരിച്ചിട്ട് നടക്കാതെ പോയ കാര്യം നീ വിചാരിച്ചാൽ നടക്കൂ? അതെന്റെ ഒരു വാശിയാണ്. സുഖേട്ടിനെ കൊന്നവരോടുള്ള റിവഞ്ച് അല്ല. സുഖേട്ടിനെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ജോലി എനിക്ക് തീർക്കണമെന്നൊരു വാശി. എന്നെ കുറിച്ച് നീ ഓർക്കണ്ട. പക്ഷേ 4-5 വയസ്സായ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ് നീ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുഞ്ഞിന് പിന്നെ ആരുണ്ട് പോയത്?
ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. വേണ്ട മോളെ, അവിടെ വന്നാൽ നിനക്ക് ബോറടിക്കും. മമ്മി പോയിട്ട് സന്ധ്യയ്ക്ക് വരാം. അയ്യോ, അഞ്ചുമോൾ ആശുപത്രിയിൽ പോയി അതെങ്ങനെയാ നോക്കുന്നത്? നമുക്ക് കഥ കേൾക്കണ്ടായോ? ശ്രീകുമാരങ്ങളുടെ പുതിയ ഡിറ്റക്റ്റീവ് കഥ. ഏതാ ഇപ്പൊ ശ്രീയേട്ടന്റെ പെർമനന്റ് ജോലി? ഗുണത്തപ്പണിയോ അതോ കുറ്റാന്വേഷണോ? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞെ, അങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ആ വക്കീൽ എന്നാ പിരിച്ചുവിടുന്നെന്ന് എനിക്കറിയില്ല. ഓഫീസിലും പോകില്ല, ഫയലും നോക്കില്ല. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങും. ഒരു കേസ് ഇന്നവരെ അങ്ങനെ പിടിച്ചിട്ടില്ല. നാട്ടുകാരെ തല്ലാണെങ്കിൽ മുറയ്ക്ക് കൊള്ളുന്നുണ്ട്. ശ്രീകുമാരി, നീയാണോടി ഒരു ഭാര്യ? പണ്ടൊക്കെ അംഗത്തിന് പോകുമ്പോ അവരുടെ ഭാര്യമാര് നോമ്പ് നോക്കിയിരിക്കും. ഇവളാണെങ്കിൽ പണ്ടാരായിക്കോട്ടെ എന്ന് പറഞ്ഞ് ത്യാഗി ഇറക്കാതെ പിന്നെ എങ്ങനെ തല്ലുകൊള്ളാണ്ടിരിക്കും? ഏത് തല്ലാത്തവനെ തല്ല്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരുടെ തല്ലാടി കൊണ്ടുപോകും? കൊണ്ടോടി. ഓ, എന്തിനാ ഇനി വേറൊരു പ്രൂഫ്? ഇത് കണ്ടോ? ഈ തഴമ്പ് എന്തിനാണെന്ന് അല്ല, നിങ്ങളെ കുഴമ്പിട്ട് തിരുമിയാണില്ലേ? പോട്ടെ. ചക്കരം കയറുമല്ലോ. മതിമോളെ, പാവം ശ്രീകുമാരി, അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു. മോളെ, എന്തിനും വഴക്കൊന്നുമില്ലല്ലോ? ഇല്ല, അവൾക്ക് അവര് വലിയ ഇഷ്ടമാണ്. ശ്രീയേട്ടന്റെ കുറെ നുണക്കഥ കേട്ടിരിക്കാമല്ലോ. ആഹാ, സാറെല്ലാം തലതിരിഞ്ഞ് ചെയ്യുമല്ലേ? സംസാരിക്കരുതെന്ന് പറഞ്ഞ സംസാരിക്കും. ഒരു സിഗരറ്റ് വലിക്കാൻ പറഞ്ഞ 1 എണ്ണം വലിക്കും. അയ്യോ കുത്തേണ്ട, ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. എന്നോട് മതി. നാളെ നമുക്കത് ഇല്ലാതെ നോക്കാം. മേനക്കാരന്റെ മോളാണല്ലേ? ഞാൻ സാറിന്റെ പഴയൊരു സ്റ്റുഡന്റാണ്. പക്ഷെ ആ സ്നേഹമൊന്നും നിനക്കില്ല. കണ്ടില്ലേ തരം കിട്ടുമ്പോഴൊക്കെ പിടിച്ചിട്ട് കുത്തുന്നത്? ജാൻസി റാണിയും പുത്തലി വഴിയൊക്കെ കഥകളിൽ വായിക്കാൻ കൊള്ളാം. നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? കേട്ടറിഞ്ഞിടത്തോളം റോബർട്ട് അത്ര നിസ്സാര പുള്ളിയല്ല. സുകുമാരനെ കൊന്നത് റോബർട്ട് അന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തുണ്ടായി? സുഖമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും റോബർട്ട് ശിക്ഷിക്കപ്പെടുമായിരുന്നു. നഷ്ടം നിനക്ക്, ഈ ഇളം പ്രായത്തിൽ വിധവ. സുഖമായിട്ടിനെ ഫിനിഷ് ചെയ്യാൻ കഴിയാതെ പോയ ജോലി ഞാൻ തീർക്കും. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റോബർട്ട് പിന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അയ്യോ, നേരെ ഒരുപാടായി. ഞാൻ പോയിട്ട് വിളിക്കും. ആ, ഇന്ന് ഹോസ്പിറ്റലാണ്. പയ്യനുണ്ട്. മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആന്റി. അയാളോ ഡാഡി തന്നത്? അല്ല, ഓറിക്കോ.
ഇരിക്കല്ലേ? നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. ഇവൻ തന്നെയല്ലേ? അതെ. എന്താ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ്? കുറെ ദിവസമായല്ലോ കുത്തിയിരുന്ന് എഴുതുന്നു. ആരാ ഇവൻ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. വളരെ പ്രസിദ്ധനാ, വെരി ഫേമസ്. ഓ പിന്നെ അത്ര ഫേമസ് ആണെങ്കിൽ പത്രത്തിലും മാഗസീനിലും ഒക്കെ വരണ്ടേ? ഞാനൊന്നും വായിച്ചിട്ടില്ലല്ലോ. ആ, അതാണ് അവന്റെ മിടുക്ക്. ഒരു പത്രക്കാരനും ഇതിനെക്കുറിച്ച് ഒന്നും എഴുതാൻ ധൈര്യപ്പെടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരൻ, കോടീശ്വരൻ, ഗുണ്ടാത്തലവൻ. ഒരിക്കൽ ഒരാൾ ഇതിനെക്കുറിച്ച് എഴുതി. 5 വർഷം മുമ്പ്. വൺ മിസ്റ്റർ ബിനോയ് ചൗധരി ഈസ് നോ മോർ. ശവം പോലും കണ്ടുകിട്ടിയില്ല. നീ പേടിക്കണ്ട, എന്നെ അവൻ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അവന്റെ സാമ്രാജ്യത്തെക്കുറിച്ച് ഞാൻ ഒരു കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കുന്നുണ്ട്. അവൻ എഴുതി വരട്ടെ. ദാറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് ഹിസ് എംപയർ. ഈ രാജ്യത്ത് നീതി ന്യായമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അങ്ങ് പേടിക്കാൻ പറ്റൂ. എന്തിനാ ഈ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുന്നത്? ഈ ലോകത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു, അതെന്തെങ്കിലും എഴുതിക്കൂടെ? ലളിതേ, ഇവിടുത്തെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞു കേൾക്കണ്ട. അണ്ടർവേൾഡും കള്ളക്കെടുത്തും. നീ ഇത്ര തൊട്ടാവാടിയാണല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ ഒരു സാധനം എഴുതിയില്ലെങ്കിൽ പിന്നെന്താ പത്രപ്രവർത്തനത്തിന് ഒരു ത്രില്ല്? നീ വേണ്ട എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാൻ. ഇപ്പൊ എഴുതുന്ന ചെറിയൊരു സാധനം കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കാൻ ഇനി മാസങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം. ഈ ലേഖനം നാളെ പ്രസി കൊടുത്താൽ ഐ ആം ഫ്രീ ഫോർ 1 വീക്ക്. ഒരാഴ്ച നമുക്കൊന്ന് തകർത്ത് വാരണം. സുകുമാരൻ സാറിന്റെ വൈഫല്ലേ? അതെ. ആ, എന്റെ പേര് ജേക്കബ്. ഞാൻ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാൻ കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നു. സുകുമാരൻ സാറിനോട് പറയുമായിരുന്നു. അതെന്താ അങ്ങനെ പറയുന്നത്? എന്താ കാര്യം? സുകുമാരൻ സാർ എഴുതിയ ആ ലേഖനം വലിയ അപകടത്തിലായി. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ആ റോബർട്ട്. ഞങ്ങൾ മറ്റ് സ്റ്റാഫുകളൊക്കെ പേടിച്ചാണ് കഴിയുന്നത്. മാനേജ്മെന്റ് സുകുമാരൻ സാറിന്റെ കൂടെ പത്രത്തിന്റെ സർക്കുലേഷൻ കൂടുമല്ലോ എന്ന് പറഞ്ഞു. അവര് സപ്പോർട്ട് ചെയ്യും. അവരൊക്കെ വലിയ ആളുകളാണ്. ഒന്നും വരാൻ. നമ്മൾ ഈ അന്യനാട്ടിൽ വന്ന് ഇവിടത്തെ ഈ അണ്ടർവേൾഡ് പെടുകയെന്ന് പറഞ്ഞാൽ റോബർട്ടിനെ കുറിച്ച് ഇനിയും എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ടെന്നാ കേട്ടത്. സാറിനോട് അതൊന്ന് പറഞ്ഞ് വിലക്കണം. ഞാൻ പറയാം. റോബർട്ടിനെ കുറിച്ച് സുകുമാരൻ എഴുതിയ ലേഖനം അസലായിട്ടുണ്ട്. ഭയങ്കര ധൈര്യം തന്നെ. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാരും പറയുന്നത് ഇത്തിരി അപകടം പിടിച്ച പണിയാണെന്നാ. ഞാൻ പോട്ടെ. റോബർട്ട്, പേടിക്കണ്ട. ഞാൻ നിന്നെ ഉപദ്രവിക്കാമെന്നൊന്നുമല്ല. ഓടാൻ ശ്രമിക്കരുത്. വിളിച്ച് കൂവരുത്. അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ആരും വരില്ല. അഥവാ വന്നാലും എന്നെ കണ്ടാൽ ഭയന്നോടും. ഐ ആം റോബർട്ട്. റോബർട്ട് ഡിസൂസ. എന്റെ പേര് കേട്ടപ്പോ തന്നെ പേടി തോന്നുന്നല്ലേ? അതൊരു സ്റ്റൈലിന് റോബർട്ട് ഡിസൂസ എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ.
ഇല്ലേ, ഞാൻ ആള് പാവ. സ്നേഹമുള്ളവരടുത്ത് ഞാൻ പഞ്ചപാവ. പെങ്ങളെ, എനിക്ക് നിങ്ങളോട് ആരോടും യാതൊരു വിരോധവും ഇല്ല. നമ്മളൊക്കെ മലയാളികളാണ്. വൈക്കിപ്പിഴപ്പിന് വേണ്ടി ഈ അന്യനാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള നമ്മൾ തന്നെ തമ്മിൽ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ? സുകുമാരൻ ഒരു പത്രപ്രവർത്തകൻ, ഞാനൊരു കള്ളക്കടത്തുകാരൻ. എന്റെ കാര്യം പത്രത്തിലെഴുതി നാട്ടിക്കേണ്ട വല്ല കാര്യം അയാൾക്കുണ്ടോ? അല്ല, ഉണ്ടോ? പെങ്ങള് തന്നെ പറ. സാധാരണ ഏതെങ്കിലും ഒരു നാറി എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ കൊന്നുകളയുകയാണ് പതിവ്. ഇവിടെയും കൊല്ലാൻ തന്നെയാണ് വന്നത്. നിന്നെയും ഈ കൊച്ചിനെയും നിന്റെ മറ്റവനെയും എല്ലാത്തിനെയും. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. ഏതായാലും ഇത്തവണ ഞാൻ ക്ഷമിച്ചു. സുകുമാരന് ഞാൻ ഒരവസരം കൂടെ കൊടുക്കും. എന്നെ കുറിച്ച് അയാൾ ഇനി എന്തൊക്കെയോ മോശമായി എഴുതുന്നു എന്ന് കേട്ടു. അതെങ്ങാനും പബ്ലിഷ് ചെയ്യാൻ ഇട വന്നാൽ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. പെങ്ങള് പേടിക്കും. അവരോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നുവെന്ന്. കുഞ്ഞിന്റെ പേരെന്താ? കൊച്ചിന്റെ പേരെന്തായി? അഞ്ചു. അഞ്ചു. നല്ല പേര്, സ്വീറ്റ് നെയിം. ശരി, അതൊക്കെ അവന്റെ വെറും വിരട്ടലല്ലേ. കൊല്ലാൻ വന്നവനാണ്, കൊന്നുകൂടെ. എന്തൊരു വാചകം. സുഹൃത്ത, ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. എനിക്കാകെ പേടിയാവുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾ. വെറുതെ അങ്ങനെ ഭയപ്പെട്ട് ഓടാനാണെങ്കിൽ ജീവിതത്തിൽ ഓടാനേ സമയം കാണും. എനിക്ക് ഈ ഫിലോസഫി ഒന്നും കേൾക്കണ്ട. സുഹൃത്ത, നമുക്ക് ഈ ജോലി വേണ്ടെന്ന് വെക്കാം. നാട്ടിൽ പോയാലും നമുക്ക് സുഖമായി കഴിയാനുള്ള വകയുണ്ടല്ലോ. അത് ശരി. അപ്പൊ പട്ടിണി പേടിച്ചാണോ ഞാൻ ഈ ജോലി തന്നെ തിരഞ്ഞെടുത്തത്? അല്ലല്ലോ. എഴുതേ, നീ അവനെ കണ്ട് ആകെ ഷോക്കായിരിക്കും. നിനക്കിതൊക്കെ ഒരു പുതുമേ. അതുകൊണ്ട് ഞാനിതൊക്കെ കുറെ കണ്ടവാ. കോഫി. എഴുതേ, നീ ഇത് കണ്ടോ? റോബർട്ട് എഴുതർ എന്ന് പറഞ്ഞ പീറ്ററിന്റെ ഫസ്റ്റ് പാർട്ട് ഇന്നത്തെ എഡിഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അവൻ എന്നെ എന്താ ചെയ്യണമെന്നൊന്ന് കാണണമല്ലോ. എന്തിനാ വെറുതെ വേണ്ട, നീ ഒന്നും പറയണ്ട. വെറുതെ എന്നെ മൂടോട്ടാക്കല്ലേ. ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് 6:30 വരും. നമുക്കിന്നൊരു നാടകത്തിന് പോകാം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. രാത്രി ശാപ്പാടും കൊടുക്കണം. പോലീസാ, പരിചയപ്പെടുത്താം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇത് 5ാമത്തെ പ്രാവശ്യം ഞാൻ വിളിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തിക്കോളാം. ഒരു പാരഗ്രാഫോടെ തീർന്നാൽ മതി. നാടകം തുടങ്ങാൻ ഇനി 1 മണിക്കൂറോടെ ഉണ്ടല്ലോ. വരാവുന്നേ. 10 മിനിറ്റ്. ശരി. സുഹൃത്തിനെ കാണുന്നില്ലല്ലോ ചേച്ചി. നീ ഇങ്ങനെ മൂഡ് ഔട്ട് ആവാതിരിക്കില്ലേ? ഒരു നാടകം മിസ്സായി എന്ന് വെച്ച്. നാടകം മിസ്സായത് കൊണ്ടൊന്നുമല്ല. വരാന്ന് പറഞ്ഞാ വരുന്ന ആളാ. ഇപ്പൊ 2-3 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഞാൻ വരുന്നെന്ന് വിളിച്ചു പറഞ്ഞതാ. വല്ല അത്യാവശ്യ കാര്യമായിട്ട് അങ്ങോട്ടോ പോയി കാണും. നീ ക്ലബിൽ വിളിച്ചോ? വിളിച്ചു. അവിടെ ആരും എടുക്കുന്നില്ല. ഫോൺ ശരിയല്ലെന്ന് തോന്നുന്നു.
ക്ലബിൽ ഉണ്ടാകുമെന്ന് തന്നെ എന്റെയും വിചാരം. വേറെങ്ങും അങ്ങനെ പോകാറില്ല. അതാ ദാമോദരൻ സാർ വന്നു. പുള്ളിയോട് ചോദിച്ചാൽ അറിയും ക്ലബിലുണ്ടോ. ദാമോദരൻ സാറേ, സുഖേട്ടൻ ക്ലബിൽ വന്നു? ഇല്ല, അയാൾ എവിടെ പോയി? ഇന്നങ്ങോട്ടും കണ്ടേയില്ലല്ലോ. ചേച്ചി, എനിക്ക് ആകെ പേടിയാവുന്നു. എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. സുഖേട്ടനെ ഒന്ന് അന്വേഷിക്കാമോ? ശരി. Bad luck, Laliga. Be brave. So cool. ഇല്ലാത്ത ഈ അലന്ന വണ്ടിയും കൊണ്ട് കള്ളനെ പിടിക്കാൻ ഇറങ്ങി എന്നെയാ തല്ലേണ്ടത്. അത് ശരിയാ. ഏതെ ബോംബെ പോലീസ് ശോഭരായനെ പിടിച്ചത് കണ്ടില്ലയോ? അതുപോലെ റോബർട്ടിനെ തനിക്കൊന്ന് പിടിച്ചാലെന്താ? മേളിലിരിക്കുന്ന ഓരോ അവന്റെയൊക്കെ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു. ചോദ്യം ചോദിക്കും, വണ്ടി ഓടിക്കുമ്പോ അലന്ന ഈ കാളവണ്ടിയൊക്കെയാ വരുന്നത്. ശോഭരായനെ പിടിക്കാൻ ഹെലികോപ്റ്ററാ കൊടുത്തത്. ഒന്നും ചവിട്ടി വരാൻ സാറേ. ചവിട്ടാനാ?
ആരാ അങ്ങോട്ട് ബൈക്ക് അവൻ ഈ പരിസരത്ത് എവിടെങ്കിലും കാണും. നിനക്കെന്താ എത്ര ധൃതി? വരുന്നു മോളെ. ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വന്നോ? ക്രിമിനൽ ഞങ്ങളയാളെ കേസ് ചെയ്തുകൊണ്ടുവരിക. അവിടെ വന്നപ്പോ അയാളെ കാണാനില്ല. അയാൾ വന്ന വണ്ടി ഇവിടെ മറിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ അങ്ങനെ ആരും വന്നിട്ടില്ല. പിന്നെ അവൻ ഇവിടെ പോയി വന്നിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ? എനിക്ക് ഉറപ്പാ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്തോളൂ. ഏയ് അതല്ല, നിങ്ങളുടെ വീട്ടിൽ ആര് വന്നു ആര് പോയി എന്നൊക്കെ എന്നെക്കാൾ നിശ്ചയം നിങ്ങൾക്കായിരിക്കുമല്ലോ. ഈ വീട് എന്റെ സംശയദൃഷ്ടിയിലാണ്. യു ആർ വെൽക്കം. മോളെ, ചക്ര മോളല്ലയോ, പൊന്നു മോളല്ലയോ? അവനെ എങ്ങോട്ടാ ഓടിയേ? എപ്പോ? Come on. എന്താടേ? സാർ ബൈക്ക്. ബൈക്ക് വേണോ? ബൈക്കോ? ഏത് ബൈക്ക്?
Yes, Sub Inspector Alex here. Sir. Yes, sir. No, sir. അവൻ കടന്നു കളഞ്ഞു സർ. എന്താണ്? സോറി സർ. സർ ഇല്ല സർ, പിടിക്കാറായപ്പോഴേക്കും അവൻ കടന്നു കളഞ്ഞു സർ. പിടിച്ചു പിടിച്ചില്ല, പിടിച്ചു പിടിച്ചില്ല, പിടിച്ചു. സർ പക്ഷേ അവൻ എന്നെ വെട്ടിച്ച് കടന്നു കളഞ്ഞു സർ. സർ സോറി സർ. എന്താണ് അടച്ചിരിക്കുന്നത്? DSP ആണ്. വയസ്സുകാലത്ത് എന്നെ SI ആക്കിയാൻ അയാളെ തല്ലണമെന്ന്. എനിക്ക് ഏത് മൂത്ത് SI ആയതിന്റെ കോംപ്ലക്സ് ആണ്. എനിക്ക് വയസ്സായിടൂ? ഇല്ല സാർ, നിത്യവനും. എനിക്ക് കോംപ്ലക്സ് ഉണ്ടോ? ഇല്ല സാർ. കുഞ്ഞപ്പാ കയ്യിലോട്ട് വെച്ചിട്ട് പോയിക്കോ. ആരുടെയാടാ ബൈക്ക്? സത്യം പറയടാ. എന്റെ ചേട്ടന്റെ ബൈക്കാ. അങ്ങേര് കുളിക്കാൻ കയറിയപ്പോ ഞാനൊന്ന് എടുത്ത് കറങ്ങാൻ ഇറങ്ങിയതാ. ആഹാ, ചേട്ടൻ കുളിക്കാൻ കേറുമ്പോ നീ ബൈക്ക് എടുത്ത് കറങ്ങാൻ ഇറങ്ങും. ഇടിച്ചതിന്റെ സിലിണ്ടറേ നടക്കും. നീ ഒറ്റ ഒരുത്തം കാരണം ഇതെല്ലാം ഉണ്ടായത്. ഞാനതിനെന്ത് ചെയ്തു സാർ? അയ്യോ, ഒന്നും ചെയ്തില്ലല്ലോ. ആ റോബർട്ട് നിന്നെ ഇടിച്ചപ്പോ നിനക്ക് ഒരിടി തിരിച്ചു കൊടുക്കാൻ വയ്യായിരുന്നു. ഒരിടി കണ്ടപ്പോ ഇവൻ കിടക്കുന്ന പ്ലക്കോൺ താഴെ. നീ കാരണം 1 ലക്ഷം രൂപയും ഒരു പ്രമോഷനാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ആകാൻ പറ്റും. ോനെ നിന്നെ കരയാതെ നീ കരയാതെ. ഇല്ലപ്പാ, അവന്റെ ബൈക്ക് എടുത്ത് കൊടുത്ത് പറഞ്ഞു വിട്ടേ. നിനക്ക് കറങ്ങാൻ ബൈക്ക് തന്നെ പറഞ്ഞ സൈക്കിൾ പാടാനൊക്കെ ഞാനങ്ങ് പോകണില്ലെന്ന് പട്ടി പറഞ്ഞു. ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. ശല്യമാകുമ്പോ പട്ടിയുടെ കാല് അങ്ങനെ പോ. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. ഇന്ന് ഹോസ്പിറ്റലിൽ വരാണോ? ശ്രീയേട്ടനെ എന്നങ്ങോട്ട് കണ്ടതേ ഇല്ല. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറ്റിയില്ല. മേനോ സാറിന് വല്ലതും തോന്നി കാണും. കുഞ്ഞു ചോറും കൊണ്ട് പോകുമ്പോ എന്നെ കൂടി വിളിക്കണം. ഞാനും വരാം. അഞ്ചുമോൾ എന്ത് ചെയ്യും? അവളെ അച്ഛൻ്റെ അടുത്ത് നിന്നു. മേനോ സാറിന് എങ്ങനെ ഉണ്ട്? സുഖമായി. നാളെ ഡിസ്ചാർജ്. അപ്പൊ കുഞ്ഞോട് വേഗം റെഡി ആയിട്ട് വാ. ഞാൻ ഈ ഷർട്ട് ഒന്ന് മാറ്റിട്ട് വരാം. ശിവമാരി,
വെളുതക്കുഞ്ഞ് ഇത്ര പെട്ടെന്ന് ഞെത്തിയോ? ഈ വാഴ കുറ്റിട്ടേ കേട്ടോ. വേഗം വേഗം വേഗം. ഹലോ ദേവനെ, ഇതെന്ത് കളി? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. നിർത്തേ ഒതുക്കേർത്തേ. ബുക്കും പേപ്പറും കേട്ടെ. എന്താണ് പേര്? വണ്ടി വിട്ടേക്ക്. പോയി നോക്കാം. അടിക്കറങ്ങണോ? എങ്ങോട്ട് പോകുന്നു? സോറി, ഞാൻ വണ്ടി ഒന്ന് ഫോളോ ചെയ്തു. എനിക്ക് ഈ ചേസിനോട് എന്താ ഇത്ര വലിയ താല്പര്യം? നേരം വെളുത്തപ്പോ മുതൽ ഈ ഗംഭീര ചേസ് തുടങ്ങിയതാണല്ലോ. എന്നിട്ട് എവിടെയാവൻ? റോബർട്ട്, ഇവിടെ നിന്ന് കിട്ടുന്ന പിടിച്ചാ മതി. സോറി സാർ. ഓളത്തൊരു നക്ഷത്രം കൂടുമ്പോ ഓരോരുത്തരുടെ ഗമ കാണുമ്പോ എനിക്കൊരു ചൊറിഞ്ഞു വരും. എന്താ വെച്ചിരിക്കുന്നത്? സോറി സാർ. കുഞ്ചപ്പ, ആ വണ്ടിയൊക്കെ പറഞ്ഞു വെച്ചേ. ലളിതക്കുഞ്ഞെ, എന്തു പറ്റി? കുഞ്ഞെന്താ ഈ കോലം? കുഞ്ഞെവിടെയായിരുന്നു ഇതുവരെ? ഒന്നും പഠിക്കാതെ കുഞ്ഞെ. കുഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്ന സമയം എത്രയായി? എന്നെ കൂടി കൊണ്ടുവരാന്ന് പറഞ്ഞത് പറ്റിച്ചു അല്ലേ? കുഞ്ഞെവിടെ പോയതാ? റിപ്പയർ ആയി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതുപോട്ടെ, കുഞ്ഞു വരാൻ താമസിച്ചോണ്ട് ഒരു ചായെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് സാർ എന്നെ പറഞ്ഞയച്ചതാ. ഇത് കണ്ടോ ഫ്ലാസ്ക്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ആ സ്റ്റിച്ചിങ് കയറിഞ്ഞതാ. അപ്പൊ ചോറ് കൊണ്ടുവന്നില്ല? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്.
പബ്ലിഷ്ഡ് ഫ്രം ട്രിവാൻഡ്രം കോട്ടയം കൊച്ചിൻ 1986 ജൂലൈ 15. 1161 മിഥുനം 31. 1406 ഇതാ എന്റെ പൊന്നു സാറേ, ഈ വക്കീലിന്റെ കൂടെ വന്ന് ഇതൊരു ശീലമായി പോയി. ഈ കേസിന്റെ കടലാസൊക്കെ വായിക്കുമ്പോഴേ ഇങ്ങനെയാ പതിവ്. അത്രോ ഇങ്ങനെ വായിച്ചാലേ ഒരു സുഖമുള്ളൂ. എഡിറ്റഡ് ആൻഡ് പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ AM റപ്പായി. ഇതെങ്ങനെ കൈ വന്നു? ഇത് പൊളിറ്റിക്സ് ആര് വായിക്കാനാ? ബീച്ചിലെ കൊലപാതകം. കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ റോബർട്ട് കൊല്ലപ്പെട്ടു. തലക്കേറ്റ മുറിവാണ് മരണകാരണം. കൊലപാതകയെ പോലീസ് തെരയുന്നു. വെളിച്ചം തേടിയ സാധുക്കളെ ഇരുട്ടിൽ തള്ളി. ആരാത്? സ്വന്തം ലേഖകൻ. ന്യൂഡൽഹി. ഒരക്ഷരം പറ്റിയാനുള്ള കുഴപ്പമേ. എത്ര പേർ? 8. ഹലോ, മോർണിംഗ്. വാട്ട് കാൻ ഐ ഡു ഫോർ യു? പറയൂ, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ആ വാൻ നിങ്ങളുടേതാണ്. ഏത് വാൻ? മാരുതി വാൻ. റൈറ്റ്, എന്റെ വണ്ടിയാണ്. കളർ നന്നായിട്ടുണ്ടല്ലേ? പുതിയതാ, ബ്രാൻഡ് ന്യൂ. അവന്മാരെ വർക്ക്മാൻഷിപ്പ് ആവാരം. ഈ കാറിനേക്കാൾ വാൻ. സർ പ്ലീസ്, ആ വണ്ടി ഒന്ന് മാറ്റി തന്നാ എനിക്ക് പോകാമായിരുന്നു. ഓഫ് കോഴ്സ്. Come on. എന്താ ചെയ്യാ? എന്നോടാണ് ചോദിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചില സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട്. ശരിയാ, പക്ഷെ ഞാനത് എപ്പോഴും മറക്കും. അതൊരു സ്ഥിരം പരിപാടിയാ. അല്ല പേടിക്കണ്ട, ഞാൻ പൊക്കി മാറ്റി തരാം. ഇനി ഒരു ഒറ്റ മാർഗമുണ്ട്. കടിച്ചു. ഈ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടു അല്ലേ? വെരി റയർ പീസാ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വെറൈറ്റിയിൽ ലോകത്താകെ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. ആ വണ്ടി ഒന്ന് മാറ്റിയിട്ടാൽ. ഓ ഐ ആം സോറി. മാറ്റി കാര്യം പറഞ്ഞു.
നിങ്ങളാരടാ? ഐ ആം വിജയചന്ദ്രൻ. ഐ ആം ശ്രീകുമാർ, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കം വക്കീൽ ഗുമസ്തൻ. ഓ, ഇറ്റ്സ് എ വെരി റെയർ കോമ്പിനേഷൻ. അയ്യോ, ഈ മുതുകാലൻ ഒന്നുകിൽ കള്ളൻ അല്ലെങ്കിൽ കൊലപാതകി. ഞാൻ കള്ളനുമല്ല കൊലപാതകയുമല്ല. ഐ ആം എ ബിസിനസ് മാൻ. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വില്യംസിന്റെ വീട് എവിടെയാ? മീശ. ആ, മീശ. വീട് എനിക്കറിയില്ല, പക്ഷേ ഓഫീസ് അറിയാം. മാർക്കറ്റ് റോഡില. താങ്ക് യു. കാലൻ. എന്നെ വിളിച്ചോ? ഇല്ല. അതാരുടെ വീടാ? പ്രൊഫസറുടെയാ. ആ കുട്ടി ഏതാ? അങ്ങനെ മോളാ, ബോംബെയില. ആ, എന്തേ കുഞ്ഞേ? ഇപ്പോൾ അവിടെ വന്നതാര്? ഓ, ഒരു വല്ലാത്ത മനുഷ്യൻ. അയാൾക്ക് പരഹൃദയജ്ഞാനമുണ്ട്. എന്താ? പരഹൃദയജ്ഞാനം. ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ ഉടനെ അയാൾ ഉത്തരം പറയും. അയാൾ ഇങ്ങോട്ട് കഴിച്ചുകൊണ്ട് എന്താ ചോദിച്ചത്? എല്ലാ കാര്യം ചോദിച്ചു. നിങ്ങളുടെയൊക്കെ പേരും നാളും ജോലി. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. കുഞ്ഞ് പേടിക്കാതെ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. അവനാരായാലും നമുക്കെന്താ? ഞാൻ സെക്കൻഡ് ചെയ്തപ്പോ അവന്റെ കൈ പിടിച്ച് ഒന്ന് ഞെരിച്ചു. അവൻ കരഞ്ഞുപോയി. പാവം നൊന്ത് കാണും. വന്നേ. കൊടിമ്പലടിക്കും. ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്താടി ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവളുടെ ഒരു ഒടുക്കത്തെ വിളി. അതൊക്കെ മോശം. എന്തിനാ മോളെ ഇത്ര സ്പീഡ്? എനിക്കിത് വലിയ ടെൻഷനാണ്. എന്നെ നോക്കാനും സംരക്ഷിക്കാനുമായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയും. നിന്റെ ഭാഗം അതാണ് പ്രധാനം. പക്ഷെ നീ അതും നോക്കുന്നില്ലല്ലോ മോളെ. എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? ആ റോബർട്ടിനെ ആരോഗ്യം. നിന്നെ അയാളെ കുറിച്ച് ലേഖനങ്ങളും ഫീച്ചേഴ്സും ഒക്കെ തയ്യാറാക്കിയിട്ട് എന്താ കാര്യം? മോളെ, നീ എന്തിനാ ബോംബെക്ക് പോകുന്നത്? ഓ, ഒന്നുമല്ല, എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നിന്റെ ഒളിച്ചോട്ടമാണ്, എസ്കേപ്പിസം. ശരി, ഇന്ന് ആഹാരം പുറത്തു നിന്നാവാം. എന്താ?
ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? കുടിയോ? ഇതാര് കുടിക്കുന്നു മോളെ? ഒന്നും എന്നോട് പറയും, മാറി ചെന്നിട്ടത് 9 ആവും. വേണ്ട വേണ്ട ഒറ്റത്തേക്ക് മാത്രം വേണ്ട, എനിക്ക് ഞാൻ ഇപ്പൊ പോവും. That's my girl. Thank you. അല്ല, ഇതാരും ലളിതയോ? എന്താ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ല, അച്ഛനും എന്നിട്ടെവിടെ? ഓ, തണ്ണിപ്പാർത്തിയാണല്ലേ. ഞാനൊരു ദീർഘയാത്ര കഴിഞ്ഞിട്ട് വരിക. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെയും കാണുന്നില്ലല്ലോ. ലളിതയ്ക്ക് ബ്രേസ്ലെറ്റ് അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നല്ലോ. വേണോ? ഒരു തരട്ടോ? വേണ്ട. ആ, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഐ എം വിജയചന്ദ്രൻ, മാനേജർ, ഫിനിക്സ് എക്സ്പോർട്സ്. ആ, ഞാനെന്റെ കാർഡ്. എന്റെ പേഴ്സ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഞാനോ? അതെ, മനുഷ്യന് സ്വൈരമില്ലാതായി. അയൽവക്കത്തെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുക. കാറിൽ വന്ന പുറകെ, ബീച്ചിൽ വന്ന പുറകെ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കാറിലോ ബീച്ചിലോ? ലളിത എന്തൊക്കെയായി പറയുന്നത്? വേണ്ട, ദേഷ്യം വേണ്ട, പറയൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയ്യോ, ആളുകൾ കേൾക്കുന്നു. ലളിത എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ വെറുതെ ലളിതയുടെ ഒരു കമ്പനിക്ക് വേണ്ടി. എനിക്ക് നിങ്ങളുടെ കമ്പനി ഇഷ്ടമല്ലെങ്കിലോ? ഇറ്റ്സ് ഓൾ റൈറ്റ്. ലളിതയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ ആം സോറി. എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. കുഞ്ഞെ ഇന്ന് വായിച്ചില്ലേ ബീച്ചിലെ കൊലപാതകം? പുതിയ വഴിത്തിരിക്കുന്നു. ഏത് കൊലപാതകം? ആ കള്ളക്കടത്തുകാരന്റെ കൊലപാതകമേ. പോലീസ് കേരളം മുഴുവൻ വലവിച്ചിരിക്കുക. പക്ഷേ കള്ളൻ വലയ്ക്ക് പുറത്ത്, പോലീസ് വലയ്ക്കകത്ത്. അതാ ഇപ്പോഴത്തെ നില. നമ്മുടെ ഈ പരിസരവും ആ കൊലപാതകവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അല്ല, കുഞ്ഞിന് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ല അല്ലേ? കാരണം ഇവിടെ വെച്ച അയാളെ കാണാതായത്. ഇവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കണം ആ കൊലപാതകം നടന്നത്. കൊലപാതകി ആരാണെന്ന് എനിക്കറിയാം. അല്ല, ആളാരാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എങ്കിലും ആരായാലും ആളൊരു മർമാണി വിദഗ്ധനാണ്. മർമ്മത്തിലെ അടി തിരുവനന്തപുരയിൽ ഒറ്റയടിക്ക് ആള് കാത്തപ്പോ എനിക്ക് ആ പരഹൃദയശാലി ഒരു സംശയമുണ്ട്. ശ്രീയേട്ടന് വേറെ ഒരു ജോലിയില്ലേ? മനസ്സിലായി. എത്തോട്ടല്ലേ? താങ്ക് യു. എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ല, ഇതാരും ലളിതയോ? സോറി, ലളിതയുടെ വണ്ടിയാണെന്ന് ഓർത്തില്ല. ഞാൻ എന്റെ വാൻ ബ്രേക്ക് ഡൗൺ ആയി. 20 ഇല്ലെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിൽ വരുന്നു ടോപ്പ് ചെയ്യണം. ഫോൺ വയ്ക്കാം. ഭാവന സമ്മതം. അതങ്ങനെ
പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ. കൊള്ളാമല്ലോ, നല്ല സ്റ്റീരിയോ. ഓണിയും ഇഷ്ടമാണ്. അവരുടെ സ്റ്റൈലൊക്കെ പഴഞ്ഞതായിപ്പോയി. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും അതൊരു വീക്ക്നെസ്. കണ്ടല്ലേ, കാസറ്റ് ഞാൻ പോക്കറ്റിൽ കൊണ്ടു നടക്കാം. നിർത്തിക്കളഞ്ഞു. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് ജോലി? മറന്നുപോയോ? മൈ നെയിം ഈസ് വിജയ് ചന്ദ്രൻ, ബിസിനസ് മാൻ, എക്സ്പോർട്ടർ. എന്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാല് ഈ കശുവണ്ടി ഉണ്ടല്ലോ, കശുവണ്ടി, അതിന്റെ തൊണ്ട് ചക്കിലിട്ടാട്ടി ആ എണ്ണ സിംഗപ്പൂരിലേക്ക് ആയിട്ട്. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴും ചോദിക്കണമെന്ന് ഓർക്കും, ലളിതയെ കാണുമ്പോൾ അതങ്ങ് മറക്കും. നിങ്ങൾ എന്തിനാ റോബർട്ടിനെ കൊന്നേ? ശരി, വീണ്ടും കാണാം. കൊണ്ടുവാ മതി, എനിക്ക് കാശ് വന്നിട്ട് കുടിച്ചാൽ മതി. മാറ്റവനോട് വാങ്ങിച്ച് കുടിച്ചാൽ മതി. ഇനി സാറങ്ങ് പോയാട്ടെ. സാറിന് ആവശ്യമുള്ള കുപ്പി കൊടുത്തേര് കേട്ടോ. കാശൊക്കെ ഞാൻ തരാം, പിടിച്ചോ. പിന്നെ വേണ്ടി വന്നാൽ സാറിന് ഞാൻ ഈ ഷാപ്പ് മൊത്തം മേടിച്ചു കൊടുക്കും. അതെ, സാറ് മോർച്ചറിലെ അറ്റൻഡർ അല്ലേ? അതെ. അതെ, ഈ മോർച്ചറിലെ റോബർട്ടിന്റെ ശവം എന്നെ ഒന്ന് കാണിക്കണം. കാണിക്കാവൂ? കാണിക്കാം. ഇതാണ് നമ്മുടെ മോർച്ചർ. ഇവിടെ ഒരു ശവം കാണുന്നില്ലല്ലോടാ നീയല്ലാതെ. അയ്യോ, ഇത് സത്യമുള്ള തൊഴില. കുടിച്ചിട്ട് ഞാൻ അകത്ത് വരികയല്ല. അറിയച്ചല്ലേ, ഞാൻ ഇവിടെ നിന്നോളാം. ഭയങ്കര നാശം. അത് സ്പിരിറ്റിന്റെയാ. ഉണ്ടണം. ഇതല്ല.
താനെന്താ ഇവിടെ വന്നത്? റോബർട്ട് സുകുമാരന്റെ സുഹൃത്തെന്ന് പറയുമ്പോ പത്രപ്രവർത്തകനാണ്. അല്ല, എനിക്ക് ബോംബെ ബിസിനസ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ബോംബെ ചെന്ന് പറ്റിയതാ. ഇനിയിപ്പോ ബിസിനസ് ഒക്കെ നാട്ടിലാകാമെന്ന് വിചാരിച്ചു. ലളിതയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന സുഹൃത്തായിരുന്നു സുകുമാരൻ. ലളിതയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരുപാട് ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ട് ബോംബെയിൽ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? മിസ്റ്റർ വിജയചന്ദ്രൻ അവളെ ഒന്ന് ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു മടുത്തു. ഇവളിങ്ങനെ ബോംബെയിൽ ഒറ്റയ്ക്ക് തുടരുന്നത്, അതും സുകുമാരൻ വർക്ക് ചെയ്ത അതേ പത്രം. മറ്റൊരു വിവാഹം എന്ന് പറയുമ്പോ ഇവൾ എതിർക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെ. ആ റോബർട്ട് ആണെങ്കിൽ മരിച്ചു. ഇവളിനി ആരോട് പ്രതികാരം ചെയ്യാൻ? ഈ ലേഖനമൊന്നും പത്രപ്രവർത്തനമൊന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ തുടരുന്നത് മിസ്റ്റർ വിജയചന്ദ്രൻ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കണം. എനിക്കാണെങ്കിൽ വയസ്സായി. ലളിതയെ ഒന്ന് ഉപദേശിക്കാൻ വെച്ചാൽ ഞാൻ വന്നു. ഞാൻ പറഞ്ഞ ഒരു പക്ഷെ അനുസരിച്ചേക്കും. അവള് വന്നല്ലേ. ഞാൻ ആ വണ്ടി ഒന്ന് മാറ്റിയിട്ട് കൊടുക്കട്ടെ. വാഴക്ക് തന്നെ ഇട്ടിരിക്കുന്നു. ഗുഡ് ഈവനിങ് മാഡം. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ചൂടാകാതെ. ലളിതയ്ക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് ലളിതയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നുമല്ലെങ്കിലും റോബർട്ടിനെ കൊന്ന പാർട്ടിയില്ല. അച്ഛനെ ഞാൻ കമ്പനി അടിച്ചു. സുകുമാരന്റെയും ലളിതയുടെയൊക്കെ ഫാമിലി ഫ്രണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാറ്റി പറയുന്നത്. ആ, ഗുഡ് ഈവനിങ്. മോളുടെ പേരെന്താ? വിജയചന്ദ്രൻ. ലളിതയുടെ മോളാണല്ലേ? മിടുക്കി. ആ, അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങോട്ട് ചെല്ലും. മോളെ, നീ വിജയചന്ദ്രനെ കണ്ടില്ലേ? കണ്ടു. നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ചായ പോലും കൊടുത്തില്ല. അതിനെന്താ, കുടിച്ചു കളയാലോ. ലളിത വന്നല്ലോ. മധുരാധികം വേണ്ട, അറിയാലോ. മോളി അങ്കിളിനെ ഓർക്കുന്നുണ്ടോ? പള്ളി മറന്നു കളഞ്ഞു. കേട്ടോ ലളിതേ, അഞ്ചു എന്നെ മറന്നു. കൊച്ചു പിള്ളേർ അങ്ങനെയാണ്. കുറച്ചാള് കാണാതിരുന്ന മറന്നു. ലളിത ചായ എടുക്ക്. വരൂ, ഇരിക്കും. അപ്പോഴേ സാറേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? ആ, എനിക്ക് പരഹൃദയജ്ഞാനൊന്നും അറിയില്ലെന്ന് ശ്രീകുമാറേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, നിങ്ങൾ പരിചയക്കാരാണ്. പിന്നെ ഞങ്ങൾ അന്നേ പരിചയക്കാരല്ലേ? ഡിയർ ഫ്രണ്ട്സ്. കേട്ടോ? അതെ അതെ. പോവാ സാർ. മോളെ ലളിതേ, എന്നാ ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. നിങ്ങൾ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി എത്തും. ഒരിക്കലരുതേ. ഇല്ല മോളെ, നീ വരാൻ വൈകുന്നോണ്ട് ഞാൻ ശ്രീകുമാരനെ. ഇനിയിപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കും. ആ, അവളോട് പോരട്ടെ. പിന്നെ ഞാൻ ഇന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ. ഞങ്ങൾ ഉടനെ വരും. ഒരിക്കലരുത്. ഇല്ല. എന്താ ചായ ഇടാൻ എത്ര താമസം? നിങ്ങൾ ഏത് മുറി വെച്ചാ റോബർട്ടിനെ കൊന്നത്? ബാത്റൂം വെച്ചാണല്ലേ? എനിക്കറിയാം. നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി കൊണ്ട് ഈ ബീച്ചിലിട്ടു അല്ലേ? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിക്ക്. രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ നീ റോബർട്ടിനോട് പ്രതികാരം ചെയ്തതാണ്, അല്ലെങ്കിൽ നീ റോബർട്ടിന്റെ സംഘത്തിൽപ്പെട്ടവളാണ്. പണസംബന്ധമായിട്ട് എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ? ഈ ബ്രേസ്ലെറ്റ് കണ്ടോ? അന്ന് രാത്രി ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സത്യമെല്ലാം എന്നോട് തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ആരും എന്നെ രക്ഷിക്കണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം പിടുങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പോലീസാണെന്ന് തോന്നുന്നു. പോലീസ് വരട്ടെ, ഞാൻ എല്ലാവരോടും തുറന്നു പറയും. അരുത്, അത് അപകടമാണ്. മാറും. നിങ്ങൾ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും.
എന്താ നിങ്ങൾക്ക് പോലീസിനെ കാണുമ്പോ എത്ര ഭയം? ഇൻസ്പെക്ടർ, എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട, പോലീസിനോടൊന്നും പറയരുത്. അത് അപകടമാണ്. പ്ലീസ് ഒന്നും പറയരുത്. ബി നോർമൽ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഒരു ഭാവമാറ്റം? ഒന്നുമില്ല. പേടിച്ചു പോയല്ലേ? നിങ്ങളുടെ ഈ പരിസരം ആകെ തകരാറാണല്ലോ. റോബർട്ടിനെ ഇവിടെ വെച്ച് കാണാതായി. കണ്ടു കിട്ടുന്നത് പിന്നെ ശവമാണ്. നിങ്ങളുടെ അയൽക്കാരൻ കുടിച്ച് ബോധവുമില്ലാതെ ഇന്നലെ മോർച്ചറി വന്ന് കയറി. എന്താ 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 അവന്റെ പേര്? ശ്രീകുമാർ. ആ, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കം ഗുമസ്തൻ. ഞാൻ വരുന്നതിന് മുമ്പ് അവരവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോയി. കിട്ടും, അവനെ എന്റെ കൈ കിട്ടും. അന്ന് അവന്റെ മോന്ത ഞാൻ ഇടിച്ചു വരത്തും, ചപ്പാത്തി വരത്തും പോലെ വരത്തും. അവൻ എന്തിനാ റോബർട്ടിന്റെ ശവം കാണാൻ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇതൊക്കെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഈ വീട് എന്റെ സംശയദൃഷ്ടിയിലാണല്ലോ. ഓ, അല്പം ജോലി തിരക്കുണ്ടായിരുന്നു. ശരി ശരി, ഞാൻ ഇറങ്ങിത്തരാം. അല്ല, നിങ്ങൾക്ക് എന്താ എന്നോട് ബഹുമാനമില്ലാത്തത്? ഞാൻ SI ആണ്, ഹെഡ് അല്ല. ഒരു ബഹുമാനക്കുറവില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് നിങ്ങളുടെ കോംപ്ലക്സ് കൊണ്ട് തോന്നുന്നതാ. എന്താ പോലീസിനെ കണ്ടപ്പോ ഒരു വിറയൽ, ഒരു ഭയം? ശരിയാ, അതെന്നെ കരുതിയല്ല, നിന്നെ ഓർത്തിട്ടാ. പോലീസിനെ കണ്ടാ എനിക്കൊരു കുഴപ്പമുണ്ട്. സത്യമെല്ലാം തുറന്നു പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം നിനക്കാ. താൻ ആരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. നേരിൽ എന്റെ വീട്ടിൽ കയറരുത്. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോ ഞാൻ പോയിട്ട് പിന്നെ വരാം. വേണ്ട, ഇനി ഒരിക്കലും വരണ്ട. ആഹാ, വിജയൻ തന്നെ ഇറങ്ങി. എന്താ ഇത്ര തിടുക്കം? 100 കൂട്ടം കാര്യങ്ങളല്ലേ സാർ. ഒരു ബിസിനസ് പാർട്ടി മീറ്റ് ചെയ്യാനുണ്ട്. ശരി, ഇന്ന് തന്നെ വിട്ടിരിക്കുന്നു. നാളെ വേറെ ഒരു പരിപാടി കിട്ടരുത്. നാളെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. 5 ബർത്ത്ഡേയാ. എല്ലാം പറഞ്ഞില്ലേ? ഇല്ല. എന്താ മോളെ പറയാഞ്ഞത്? അത് ജോലി തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട്. എന്ത് ജോലി തിരക്ക്? കൊള്ളാം, ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. നല്ല പാർട്ടിയാ. ഇപ്പൊ സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെ തഴഞ്ഞാനല്ലേ. ശരി, ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. നാളെ ഈവനിങ് തീർച്ചയായിട്ടും വരും. ആ, മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? ആ ശരി, അപ്പോ നാളെ കാണാം. അതെ, ടാറ്റാ. നാളെ മോൾക്ക് പാവക്കുട്ടിയെ കിട്ടുമല്ലോ. മാമൻ എന്താ വാങ്ങിച്ചിരണ്ടേ? പാക്ക് ചെയ്യൂ.
വിജയചന്ദ്രൻ എത്തില്ലോ. വരൂ വരൂ. കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്ന സ്റ്റൈലാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു അങ്കിൾ. വിജയചന്ദ്രനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അച്ഛനെന്താ അങ്ങനെ ചോദിച്ചത്? അയാൾ ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. എനിക്ക് സമ്മതമാണ്. മോളൂടെ സമ്മതിക്കുകയാണെങ്കിൽ അച്ഛന് സമാധാനമായിട്ട് മരിക്കാമായിരുന്നു. അയാൾ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വർഷങ്ങളായിട്ട് നിങ്ങൾ പരസ്പരം അറിയുന്നവർ. അങ്ങനെ ഒരാളാവുമ്പോ ഇനി അതല്ലേ നല്ലത്. അഞ്ജുവിനാണെങ്കിൽ വിജയചന്ദ്രന് വലിയ കാര്യവും. വേണ്ട, അത് വേണ്ട അച്ഛ. വിജയചന്ദ്രനെ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല. Yes, come in. ലളിതേ, വരൂ. നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? കുറെ ജാടയൊക്കെ കാണിച്ച് എന്നെ അങ്ങ് പേടിപ്പിച്ചു കളയാവുന്നോ? അന്ന് പോലീസിനെ കണ്ട് ഭയന്നപ്പോഴേ താൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കള്ളി പൊളിഞ്ഞപ്പോ വേറൊരു വേഷം, വിവാഹാലോചന. നോ, വിവാഹാലോചനയുടെ കാര്യം മാത്രം വേഷമല്ല, വേലയല്ല, ജാടയല്ല. ഐ എം സീരിയസ്. പിന്നെ ഈ വയസ്സുകാലത്ത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബോറാണ്. ബട്ട് ഐ ലൈക്ക് യു. സ്റ്റോപ്പ് ഇറ്റ്. ആ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് വിചാരമെങ്കിൽ വേണ്ട. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. സത്യം ഞാൻ പറയാം. റോബർട്ടിനെ കൊന്നത് ഞാനാണ്. നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഞാനാണ് ആ ശവം കടലിൽ കൊണ്ടുപോയിട്ടത്. തെളിവില്ല, സാക്ഷിയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ തെളിയിക്കും? തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം റോബർട്ട് മരിച്ചിട്ടില്ല. യെസ്, ഹി ഈസ് സ്റ്റിൽ അലൈവ്. കള്ളം, പച്ചക്കള്ളം. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ റോബർട്ട് മരിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ അയാളെ 2 തവണ കണ്ടു. ഇന്നലെ വരെ ലളിതയാണ് കൊലപാതകം എന്നായിരുന്നു എന്റെ ധാരണ. നിങ്ങളെ പിന്തുടർന്നതും മാനസികമായി കുറെ ബുദ്ധിമുട്ടിപ്പിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ റോബർട്ടിനെ നേരിൽ കണ്ടപ്പോ എനിക്ക് എവിടെയോ തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ലളിതയെന്ന് അടിച്ചപ്പോ അയാൾ ബോധം കെട്ടതാണ്, പക്ഷെ മരിച്ചില്ല. റോബർട്ടാണ് മരിച്ചതെന്ന് പോലീസും പത്രങ്ങളും പറയുന്നല്ലോ. അത് പോലീസിന്റെ ഒരു തന്ത്രം. അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചാൽ റോബർട്ട് പുറത്തു വരുമെന്നായിരുന്നു അവരുടെ ധാരണ. അവരുടെ ഭാഗ്യത്തിന് അന്നൊരു അജ്ഞാത ശവം കടൽ തീരത്ത് അടിയുകയും ചെയ്തു. ആ ശവമാണ് റോബർട്ടിന്റെ എന്ന് പറഞ്ഞ് മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പിടുവായനാണെങ്കിലും ആ അലക്സ് നല്ലവനാ. ഞാൻ ആരാണെന്നറിഞ്ഞപ്പോ സത്യമല്ല അയാളെന്നോട് തുറന്നു പറഞ്ഞു. ആ വലയിൽ നിന്നും അവൻ കുടുങ്ങാൻ പോകുന്നില്ല. അതിലും വലിയ വല വിരിച്ചവനാ ഞാൻ. പക്ഷെ ഞാൻ തോറ്റുപോയി. എന്നെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ 2 കാര്യമേ സത്യമായിട്ടുള്ളൂ. 1, എന്റെ പേര്. 2, ഞാൻ സുകുമാരന്റെ സുഹൃത്തായിരുന്നു എന്ന കാര്യം. യെസ്, സുകുമാരന്റെ സുഹൃത്ത് മാത്രമായിരുന്നില്ല, ഒരു വഴികാട്ടി കൂടിയായിരുന്നു. സുഗു മരിച്ച ദിവസം രാത്രി അത്താഴത്തിന് ഒരു അതിഥി കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ, ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് 6:30 വരും. നമുക്കിന്നൊരു നാടകത്തിന് പോകാം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. അത് ഞാനായിരുന്നു. ലളിതയ്ക്ക് അറിയാമോ,
നമ്മുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ശത്രു ഇന്ന് റോബർട്ടാണ്. നിങ്ങളും റോബർട്ടും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ. അവൻ കള്ളക്കടത്തുകാരൻ, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ. ധീരതയ്ക്കുള്ള നാഷണൽ അവാർഡ് 2 തവണ വാങ്ങിയ IPS ഓഫീസറാണ് ഞാൻ. ബട്ട് ഡോണ്ട് യൂസ്. രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു കള്ളക്കടത്തുകാരനെ ഒന്ന് തൊട്ടപ്പോഴേക്കും ആദ്യം സസ്പെൻഷൻ, പിന്നെ ഡിസ്മിസൽ. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആദ്യം ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത് കർത്തവ്യബോധം കൊണ്ടായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് പ്രതികാര ചിന്തയേ ഉള്ളൂ. എന്റെയും നിങ്ങളുടെയും ജീവൻ നശിപ്പിച്ച അവനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് വിധിച്ചിരുന്ന മരണം സുകുമാരൻ ഏറ്റുവാങ്ങുകയായിരുന്നു. മേ ഐ കം ഇൻ, സർ? ഇതാരാ? വാടാ. കൊടുകൈ. എന്തിന്? കൊടുകൈ. വെൽ ഡൺ. ലേഖനം വായിച്ചല്ലേ? തകർത്തിട്ടുണ്ട്. തന്റെ ഗഡ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ റോബർട്ടിനെ പോലെയുള്ള ഒരാൾക്കെതിരെ ഇത്രയൊക്കെ എഴുതാന്ന് വെച്ചാൽ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. പൊക്കാതെ അധികം പൊക്കാതെ, നിലത്ത് ചേർത്ത്. അല്ലടോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്. ഞാനാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ റോബർട്ടിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നിട്ടും എനിക്ക് കിട്ടാത്ത പല പോയിന്റ്സും തന്റെ ഈ ലേഖനത്തിലുണ്ട്. എങ്ങനെ സംഘടിപ്പിച്ചു? അയ്യോ, അത് മാത്രം ചോദിക്കല്ലേ, ട്രേഡ് സീക്രട്ടാ. എഴുതിയത് ഒരു ചെറിയ ലേഖനം, ഡീറ്റെയിൽസ് സാധനം പുറകെ വരുന്നുണ്ട്. ഒന്നുകിൽ അവനകത്ത്, അല്ലെങ്കിൽ എന്നെ അവൻ തട്ടും. എടോ, കുറച്ച് കാര്യങ്ങൾ എനിക്കും പറഞ്ഞതാ. അവാർഡും പ്രൊമോഷനും ഒക്കെ കിട്ടുമ്പോൾ ഞാൻ കമ്മീഷൻ തരാന്നേ. ഇന്ന് ഞാനൊരു പണി പറ്റിക്കും. എന്ത് പണി? അത് ഞാൻ പറയില്ല. സസ്പെൻസ്. പറയടോ. നോ, സസ്പെൻസ് ഈസ് സസ്പെൻസ്. നാഷണൽ അവാർഡും പ്രൊമോഷനും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും. നാളെ നേരെ ഒന്ന് വെളുത്താൽ പത്രങ്ങളിലൊക്കെ നല്ല കവറേജ് ആയിരിക്കും. റോബർട്ടിനെ അറസ്റ്റ് ചെയ്ത മഹാൻ ധീരൻ താൻ എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഞാൻ എതിർക്കാതിരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇറങ്ങിപ്പോരാമെന്ന് ധൈര്യമുള്ളതുകൊണ്ടാണ്. ഇപ്പൊ എന്നെ ഇവിടെ ഇറക്കിയാൽ തന്നോട് ഞാൻ ക്ഷമിക്കാം. ആഫ്റ്റർ ആൾ താനൊരു മലയാളിയാണല്ലോ. തന്റെ വിവരക്കേട് കൊണ്ട് പറ്റിയതാണെന്ന് ഞാൻ വിചാരിച്ചോളാം. അങ്ങോട്ട് നോക്കിയേ. ആ വണ്ടിയിൽ വരുന്നവരെല്ലാം എന്റെ ആൾക്കാരാ. ഞാൻ ഒരു സിഗ്നൽ കൊടുത്താൽ മതി, എനിക്ക് രക്ഷപ്പെടാം. താനും തന്റെ വണ്ടിയും ഇതിലുള്ള ആൾക്കാരും ഒരു പൊടി പോലും കാണില്ല. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. നിർത്തണം. ഇത് സർക്കാരിന്റെ വക പോലീസ് വണ്ടിയാണ്, നിന്റെ തന്തയുടെ വകയല്ല. നീ സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ നിന്റെ കഥ കഴിക്കാം. ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയാമോ? തെറ്റുപറ്റിയത് എനിക്കാണ്. സ്റ്റേഷനിൽ ഞങ്ങളെ കാത്തു നിന്ന് ആരൊക്കെയാണെന്ന് അറിയാമോ? ഹോം മിനിസ്റ്റർ, IG, പോലീസ് കമ്മീഷണർ. എന്നെ അഭിനന്ദിക്കാനല്ല, റോബർട്ടിനെ സ്വീകരിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ക്ഷമ ചോദിക്കാൻ. അവനവിടെ രാജകീയ സ്വീകരണം, എനിക്ക് സസ്പെൻഷൻ. നല്ലവനും പൗരപ്രമുഖനുമായ റോബർട്ടിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു. അതായിരുന്നു എന്റെ പേരിലുള്ള ചാർജ്. അന്ന് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു ഫൂളാണ്. ഫൂളെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മലയാളത്തിന് അതിനൊരു കറക്റ്റ് പേരുണ്ട്, പമ്പര വിഡ്ഢി. അതാണ് താൻ. റോബർട്ടിനെ പോലെ ഒരാളെ അങ്ങനെ ചാടിക്കേറി അറസ്റ്റ് ചെയ്ത് ശരിയായില്ല. റോബർട്ട് കള്ളക്കടത്ത് രാജാവാണെന്ന് എനിക്കറിയാം, നിനക്കറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം. പക്ഷെ തെളിവുകളില്ല. കുറെ ധാരണകളും ഊഹാപോഹങ്ങളും കേട്ടുകേൾവിയും അത്രയേ ഉള്ളൂ. ഒരു ലേഖനം എഴുതാൻ അത്രയും ഡീറ്റെയിൽസും കുറച്ച് അങ്കുറ്റം ഉണ്ടായാൽ മാത്രം മതി. ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനും അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും മതിയായ തെളിവുകൾ എന്റെ പക്കലുണ്ട്. താൻ പറയുന്ന പോലെ ഊഹാപോഹങ്ങളല്ല. മാസങ്ങളായി ഞാൻ ഊണും ഉറക്കവും മുളച്ച് സമ്പാദിച്ച തെളിവുകൾ. അതങ്ങനെ ആ കേസ് പ്രൊസീഡ് ചെയ്യാൻ ആരെങ്കിലും അനുവദിക്കണ്ടേ? മുകളിൽ നിന്നവന്മാർ മുഴുവൻ അവന്റെ കീശയിലല്ലേ? അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറുന്നവനല്ല ഞാൻ. തെളിവുകൾ പോരെങ്കിൽ ഇനിയും ഞാനത് ഉണ്ടാക്കും. താൻ കണ്ടോ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവൻ അകത്താക്കും. പോലീസ് സ്റ്റേഷനിലല്ല, നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. ഗുഡ്, അതാണ് വേണ്ടത്. ബെസ്റ്റ് ഓഫ് ലക്ക്. അതുവരെ താനും കൂടെ എന്റെ ഒപ്പം ഉണ്ടാവണം. ഷുവർ.
कंपोजिंग सेक्शन में दे दो। जी साहब। ഹലോ, എടാ പോലീസേ, തനിക്ക് എന്താണോ അവിടെ പണി? അത് കൊള്ളാം. ഇനിയല്ലേ പണി മുഴുവൻ കിടക്കുന്നേ. എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഇന്ന് വേണ്ടടോ, നമുക്കിന്നൊരു നാടകത്തിന് പോവാം. നാടകോ? ആ, ഞാൻ ഇറങ്ങുവാ. നേരെ വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി ലളിതയും കൂട്ടി ഞാനങ്ങ് വന്നേക്കാം. താൻ റെഡിയായിരുന്നോണം. ആ ശരി. ആ പിന്നെ ഒരു കാര്യം, രാത്രി ശാപ്പാട് എന്റെ വീട്ടിൽ. ശ്രീമതിയെ പരിചയപ്പെടുത്തി തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, നമ്മുടെ ഈ ഇടപാടുകളൊന്നും അവൾ അറിയരുത്. ആളൊരു പേടിത്തൊണ്ടിയാ. ആ നീ വേണ്ട റെഡിയാ. ആ ശരി, ഓക്കെ. ഹലോ മിസ്റ്റർ വിജയേന്ദ്രൻ. യെസ്. ഐ എം റോബർട്ട്. ഞാൻ ഇന്നൊരു കൊലപാതകം ചെയ്യാൻ പോവുകയാണ്. നിന്റെ സുഹൃത്ത് സുവാരനെ രക്ഷിക്കാമെങ്കിൽ രക്ഷിച്ചോ. ജസ്റ്റ് ഫോർ എ ചാലഞ്ച്. നോ റോബർട്ട്, റോബർട്ട് പ്ലീസ്. റോബർട്ട് പ്ലീസ്. ഹലോ, get me Sumaran, please. He's not there. സുകുമാരനെ വധിക്കുകയും എന്നെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തോടെ ശത്രുക്കളെല്ലാം ഒതുങ്ങിയെന്നായിരുന്നു റോബർട്ടിന് ധാരണ. പക്ഷേ അവന്റെ അധപ്പതനോ അന്ന് തന്നെ തുടങ്ങിയെന്ന കാര്യം വളരെ വൈകിയാണ് അവൻ അറിഞ്ഞത്.
അധികാരം കയ്യില്ലാതെ അവനോടൊരു തുറന്ന സമരത്തിന് ഒരുങ്ങുന്നത് വിഡ്ഢിത്തമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഒളിഞ്ഞും മറഞ്ഞും അവനോടുള്ള രഹസ്യ സമരം ഞാൻ തുടർന്നു. അവന്റെ പ്രധാന അസിസ്റ്റന്റായിരുന്ന ജഗദീഷിനെ ഞാൻ കയ്യിലെടുത്തു. പ്രലോഭനങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. ഫലം ഞാൻ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു. സംഘം രണ്ടായി പിളർന്നു. പരസ്പരം കടിച്ചു കയറുന്ന രണ്ട് സംഘങ്ങൾ. റോബർട്ട് പിന്നെ വളർന്നില്ല. എങ്കിലും അവന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പിടിച്ചു നിന്നു. അവനെ സഹായിച്ചിരുന്ന ആഭ്യന്തരമന്ത്രി 6 മാസം മുമ്പ് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായതോടെ റോബർട്ട് പിന്നെ നിൽക്കക്കളിയില്ലാതായി. സർക്കാർ അവന്റെ തലയ്ക്ക് 2 ലക്ഷം രൂപ വരെ വില പറഞ്ഞു. എല്ലാം നശിച്ചെങ്കിലും കോടിക്കണക്കിന് രൂപ വില വരുന്ന രത്നങ്ങളുടെ ഒരു ശേഖരം തന്നെ അവന്റെ കൈവശം ഉണ്ടായിരുന്നു. ഓടിച്ചോടി കേരളത്തിലെത്തി ഇവിടെ നിന്ന് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ കടക്കാനായിരുന്നു അവന്റെ പരിപാടി. കേരളത്തിൽ അവൻ എത്തുമെന്ന് ഇവിടുത്തെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് ഞാനാണ്. ആ മരണപ്പാച്ചിലിനിടയ്ക്കാണ് അവൻ ലളിതയുടെ വീട്ടിൽ വന്ന് കയറിയത്. എ സ്ട്രേഞ്ച് കോയിൻസിഡൻസ്. രത്നങ്ങളടങ്ങിയ ആ ബ്രീഫ് കേസ് തിരികെ കിട്ടാതെ അവനൊന്നും ചെയ്യാനാവില്ല. പണമില്ല, സഹായിക്കാൻ ആരുമില്ല. അത് തിരികെ കിട്ടാൻ അവൻ എന്ത് മാർഗവും പ്രയോഗിക്കും. പേടിക്കാനൊന്നുമില്ല. നേരിട്ടൊരു ആക്രമണത്തിന് തൽക്കാലം റോബർട്ട് മുതിരുകയില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അസാധാരണമായിട്ട് എന്തുണ്ടായാലും എന്നെ അറിയിക്കണം. അപരിചിതരെ ഒന്നും വിശ്വസിക്കരുത്, എന്നെ ഒഴിച്ച്. ഞാൻ പോട്ടെ. ശരി, ഞാൻ നാളെ അങ്ങോട്ട് വരാം. പിന്നെ തൽക്കാലം മേനോ സാറോടൊന്നും പറയണ്ട. പേടിക്കണ്ട, നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. എന്റെ ആ സൂട്ട് കേസ് അവിടെ നിന്റെ കയ്യിലോ അതോ വിജയന്റെ കയ്യിലോ? അത് തിരികെ തരുന്നതാണ് നല്ലത്. നീ നിന്റെ കൂമ്പ് ഒരു ശാപം പോലെ എന്നെ പിന്തുടരുകയാണല്ലോ. ആദ്യം സുകുമാരൻ, ഇപ്പൊ നീ രക്ഷപ്പെട്ടോടി വന്ന് എന്നോട് പ്രതികാരം ചെയ്യുകയാണല്ലേ? പെട്ടികളെ, എനിക്കറിയില്ല. കള്ളം പറയരുത് റോബർട്ട്, സത്യമായിട്ട് എനിക്കറിയില്ല.
ബോംബെക്ക് പോകും. അവിടെ ചെന്നാൽ ജോലി തിരികെ കിട്ടും. പക്ഷേ ജോലി തുടരാൻ പഴയ ആവേശമൊന്നുമില്ല. ഇനി ലക്ഷ്യമൊന്നുമില്ലല്ലോ. ലളിത ഇനി ബോംബെക്ക് വരില്ലെന്നറിയാം. ഒന്ന് തമ്മിൽ കാണണമെങ്കിൽ ഇവിടെ വരണം. ലളിത പറയൂ, ഞാൻ വരണം? Your attention, please. All the passengers proceeding to Bombay are requested for security check immediately. Congratulations, Mr. Vijaychandra. Thank you, sir. Thank you very much. See you, Mr. Alex. See you next time. നെക്സ്റ്റ് ടൈം എന്ന് പറയുമ്പോ അടുത്ത പ്രാവശ്യം ഇനി വരും. അങ്കിള് പോട്ടെ മോളെ. അങ്കിളിന് തിരിച്ചു വരുമോ? വരില്ലേ അങ്കിൾ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മടങ്ങി വരുമോ? തീർച്ചയായും.